ഓക്കെ. അപ്പൊ ആ ചേട്ടാ എനിക്ക് എന്തിനാ കാറ് ചോദിക്കും. ഞാൻ പറഞ്ഞത് ഈ ഒരു ആർട്ടിസ്റ്റൊക്കെ ആയില്ലേ, ഒരു കാറൊക്കെ ഇതിലൊക്കെ യാത്ര ചെയ്യൂ, അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടാക്കട്ടെ, അല്ലെങ്കിൽ അത്യാവശ്യം ദൂരെയൊക്കെ പോകണമെങ്കിൽ രാത്രിയൊക്കെ ട്രാവൽ ചെയ്യണമെങ്കിൽ കാറിലൊക്കെ യാത്ര ചെയ്യും. അപ്പൊ എനിക്ക് തോന്നുന്നില്ല അനുമോള് ഒരുപാട് പൈസയൊക്കെ കൊടുത്ത് PR ചെയ്തൊന്നും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ആസ് എ ഷോ പ്രൊഡ്യൂസർ ഇപ്പൊ ചേട്ടൻ കുറെ ഷോസ് ചെയ്തോണ്ട് നോക്കി, ഈ PR കൊണ്ട് മാത്രം ഇങ്ങനത്തെ ഒരു ഷോ ജയിക്കാൻ പറ്റുമോ? നമുക്കും ആസ് എ വ്യൂവർ അല്ലെങ്കിൽ നമ്മളെ പോലുള്ള ഓഡിയൻസിനും ഡൗട്ടാണ്, ഇങ്ങനെ PR കൊണ്ട് വോട്ട് കയറ്റി അങ്ങനെ ഒരാൾക്ക് വിജയിക്കാൻ പറ്റുമോ? എങ്ങനെയാണ് അതിന്റെ ചേട്ടനോട് ഞങ്ങൾ ഒരു ഡൗട്ട് ചോദിക്കുകയാണ്. അത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാവണ്ടേ ഇത് എങ്ങനെയാണ് ഒരാളുടെ സ്റ്റഫ് അനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടതെന്ന് അവരല്ലേ തീരുമാനിക്കുന്നത്. PR എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലായിടത്തും PR വേണം. ഇപ്പൊ ഒരു പടം ചെയ്യുകയാണെങ്കിൽ അതിന് PR വേണം, എന്നാലും അത് ആൾക്കാരിലേക്ക് എത്തത്തുള്ളൂ. നമ്മള് മാക്സിമം നമ്മളെ തന്നെ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ PR. ആൾക്കാരിലേക്ക് എങ്ങനെയല്ലേ എത്തിക്കുക. അവർക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമാണെങ്കിൽ വോട്ട് ചെയ്യുക, വേണ്ടെന്ന് അവരുടെ തീരുമാനമാണത്. അത് അവര് ചിന്തിക്കണ്ട. അതിന് PR ചെയ്തു PR ചെയ്തില്ല എന്നുള്ള ഒരു ഇതില് പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ PR പറ്റി ഇത്രയും സംസാരം വരുന്നത് എനിക്ക് തോന്നുന്നു ഈ സീസണിലായിരിക്കും. ഒരു PR കൊടുക്കുന്ന ഇത്രയും എല്ലാ സീസണിലും ഉണ്ട്, ഈ പറയുന്ന എല്ലാ വ്യക്തികൾക്കും PR ഉണ്ട്. അപ്പൊ ഇത്രയും മോശമാണോ ഈ സീസണിൽ വന്നിട്ട് ഇത്രയും പേര് അനുമോളെ ഒരു PR പേരിലാണ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പൊ നമ്മളെല്ലാം വിചാരിക്കുന്നത് PR കൊടുക്കുന്നത് ഇത്രയും മോശമാണോ, ഇത്രയും എന്താണ് എല്ലാരും PR തൂക്കി പിടിച്ചേക്കുന്നത് എന്ന് തോന്നാറുണ്ട് പലപ്പോഴും. ചേട്ടന് അങ്ങനെ PR കൊടുക്കരുത് അല്ലെങ്കിൽ കൊടുക്കുന്നത് അത്ര മോശപ്പെട്ട ഒരു പ്രവൃത്തിയായിട്ട് ചേട്ടന് തോന്നാറുണ്ടോ, അല്ലെങ്കിൽ തോന്നിയിട്ടുണ്ടോ? അത് ഓരോരുത്തരും ഇഷ്ടമല്ലേ. അല്ലെങ്കിൽ ആ സ്ഥാപനം പറയണം നിങ്ങൾ ആരും PR ചെയ്യരുത്, PR ചെയ്തിട്ട് ഇങ്ങോട്ട് വരണം എന്നൊക്കെ ഒരു നിബന്ധന ഉണ്ടോന്ന് എനിക്കറിയില്ല. അതിപ്പോ അടുത്ത സീസൺ വരുമ്പോ അടുത്ത കണ്ടസ്റ്റൻസിന് പറയാലോ PR വേണോ ചെയ്യണോ വേണ്ടതെന്ന്. ബട്ട് ഒരു നിശ്ചിത അളവിൽ PR വേണം ഒരു ഷോയ്ക്ക്, എന്നാലേ ആ ഷോ പുറത്ത് വർക്കൗട്ട് ആവത്തുള്ളൂ. ഇപ്പൊ ഞങ്ങള് സ്റ്റാർ മാജിക് ചെയ്തുകൊണ്ടിരുന്നപ്പോ ഞങ്ങൾക്ക് ഒരു PR ആവശ്യം വന്നില്ല. കാരണം അതിലാവശ്യത്തിന് അത്രയും നാൾ ഓടിയത് കൊണ്ട് പെട്ടെന്ന് ആൾക്കാർക്ക് റീച്ചായി. അതൊരു മൗത്ത് പബ്ലിസിറ്റിയിലൂടെ വളർന്ന ഷോ ആണത്. പക്ഷെ ഇത് ഇത്രയും ഷോർട്ട് ടൈം ആയിട്ടുള്ള ഷോസ് ഒക്കെ ആകുമ്പോ ചിലപ്പോ കൂടുതൽ ആൾക്കാരിലേക്ക് റീച്ച് ആവാൻ വേണ്ടി പല ടാക്ടിക്സുകൾ ഉപയോഗിക്കേണ്ടി വരും. അതിന്റെ ഭാഗമായിരിക്കും PR. ഇപ്പൊ അനുമോളുടെ ഈ കാറിന്റെ കാര്യമൊക്കെ അവിടുത്തെ പല കണ്ടസ്റ്റൻസും റീ എൻട്രി ഇപ്പൊ ചെയ്ത ഒരു സമയമാണ് ഈ ടൈമില്. റീ എൻട്രി ചെയ്തപ്പോ അനുമോൾക്ക് വീടിന് ലോൺ ഇല്ല, കാറിന് ലോൺ ഇല്ല, ഒരു ബാധ്യതയില്ല, ഇവള് ചുമ്മാ പറയണ ബാധ്യത ഉണ്ടെന്ന്. അനുമോൾ എടുത്തെടുത്ത് ഇവരെല്ലാം 16 ലക്ഷം എന്ന് പറയുമ്പോഴത്തേനും അനുമോൾ ഇങ്ങനെ പറയാറുണ്ട്, എനിക്ക് അത്രയും ലക്ഷം ഉണ്ട്, ഞാൻ എന്തിനു ഈ ഷോയ്ക്ക് വരുന്നത്, ഞാൻ വീട്ടിലെങ്ങാനും ഇരുന്നുകൂടെ, അല്ലെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും ചെയ്തുകൂടെ, അത്രയും ലക്ഷം ഉണ്ടെങ്കിൽ എനിക്ക് എന്റെ വീടിന്റെ ലോൺ അടച്ചു തീർത്തുകൂടെ, അങ്ങനെ അനുമോൾ പറയുന്നുണ്ട്. എന്നാലും ചിലവർ പറയുന്നു ഒരു ബാധ്യതയില്ല, അനുമോൾ ഫ്രീ ആണ്, ചുമ്മാ പറയുന്നതാന്നും പറയുന്നുണ്ട്. അതിനോട് എന്താണ് ചേട്ടന് പ്രതികരിക്കാനുള്ളത്? എങ്ങനെ വേണമല്ലോ ആയിക്കോട്ടെ, ആ കുട്ടി നന്നായിട്ട് ഏൺ ചെയ്യുന്നു. ആക്ച്വലി കാർ എടുത്തൊക്കെ ലോൺ പ്രകാരമായിരുന്നു, എനിക്കറിയാം, നമുക്കറിയുന്ന ഒരു ആൾക്കാരായിരുന്നു കാറൊക്കെ ഡെലിവറി ചെയ്തത്. ആ സമയത്ത് ലോൺ ആയിരിക്കും. അനുമോള് എപ്പോഴും സേവ് ചെയ്തിട്ട് ചിലപ്പോൾ അത് ക്ലോസ് ചെയ്ത് കാണും. അത് അവരുടെ ഒരു കഠിന പ്രയത്നം കൊണ്ടുണ്ടാവുന്നതാണല്ലോ. അതിന് നമ്മളിതിന്റെ അഭിപ്രായം പറയാൻ പോകുന്നത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഒബ്വിയസ്ലി അവര് കുറച്ച് സ്ട്രഗിൾ ചെയ്ത് വന്ന ആളാണ്, നമുക്കറിയാം. നമുക്ക് അനുമോളുടെ ആദ്യത്തെ കാലത്തെ പേയ്മെന്റ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ തുച്ഛമായിരുന്നു. പിന്നെ ഞങ്ങൾ തന്നെ അത് ആ കുട്ടിയുടെ പെർഫോമൻസ് അനുസരിച്ച് ഇൻക്രീസ് ഒക്കെ ചെയ്യേണ്ടിയൊക്കെ വന്നതാണ്. ഓരോ സീസണൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് വേരിയേഷൻ ഒക്കെ വരുത്തിയിരുന്നു. ബട്ട് അനുമോള് എപ്പോഴും കുറച്ച് സേവിങ്ങിന്റെ ആളാണ്. ഇപ്പൊ ഈവൻ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സമയത്ത് പോലും ഞങ്ങൾ പറഞ്ഞു ഒരു ലഡു എങ്കിലും വാങ്ങിച്ചു തരാന്ന്, അതുപോലും വാങ്ങിച്ചു തരാത്ത ആളാണ്. അപ്പൊ ഞങ്ങൾ അത്രയും നമ്മളുടെ ഒരു ചാനലിൽ വന്ന് അവിടെ റീച്ച് ഉണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞു മസ്റ്റായിട്ടും എല്ലാവർക്കും എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം. ഓ ചേട്ടാന്ന് പറഞ്ഞു. പിന്നെ കാണാനില്ല ആള്. അപ്പൊ ഞങ്ങള് കോർ ടീമിനെങ്കിലും വിളിച്ചു ചെയ്യാന്നൊരു ഡിന്നറോ എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മളുടെ ഒരു സന്തോഷത്തിന് പറയുമല്ലോ. അനുമോള് എപ്പിസോഡിൽ കയറി കരഞ്ഞു. വൈകുന്നേരം ബാഗ് കൊടുത്ത് അനുമോള് പോയി, ചേട്ടൻ ബസ് വന്നെന്നോ. അനുമോളാണ് 16 ലക്ഷം രൂപ അല്ലെ. ഇതിന്റെ കപ്പടിച്ചോണ്ട് വന്ന എന്തെങ്കിലും ട്രീറ്റ് ഒക്കെ തരുമോ നിങ്ങൾക്ക്? ഒരിക്കലും ഇല്ല. എന്താ കോൺഫിഡൻസ്? ചിലപ്പോ ഇറങ്ങി ഒരു ആരൊക്കെയാന്ന് ചോദിക്കുന്നത്. പിന്നെ അവിടെ ഏറ്റവും കൂടുതൽ സെൽഫിഷ് ആണ് അനുമോള്, ഭയങ്കര സെൽഫിഷ് ആണ്. സ്വന്തം കാര്യം മാത്രമാണ് അനുമോള് നോക്കുന്നുള്ളൂ, മറ്റുള്ളവരെ എന്ത് ചിന്തിക്കുന്നു അല്ലെങ്കിൽ അവർ വേദനിക്കുന്നുണ്ടോ, അങ്ങനെ ഒരു സെൽഫിഷ് ക്യാരക്ടർ ആണോ അനുമോളുടെ? ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. സെൽഫിഷ് ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അവരുടെ കാര്യങ്ങൾ സെൽഫിഷ് ആയിരിക്കാം. ബട്ട്
നമ്മളങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് ഇരിക്കുമ്പോ പലരുടെ പ്രശ്നങ്ങൾ തീർക്കുന്നതും അതിനകത്ത് ഇടപെടുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട്. ഒരു ന്യൂസ് ക്യാച്ചറാണ്. എവിടെ പോയാലും ഇപ്പൊ ഒരാളുടെ കാര്യം ചോദിക്കണമെങ്കിൽ അനുമോളുടെ വിളിച്ച് ചോദിച്ചാൽ മതി. ആ പുള്ളിക്കാരൻ എങ്ങനെയാ ചോദിച്ചാൽ അനുമോൾ 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞുതരും. നമുക്ക് മിണ്ടാൻ പറ്റുന്നതാണോ? പറയും ചേട്ടാ അത് അങ്ങനെയല്ല ചേട്ടാ, പുള്ളി അങ്ങനെയാണ് ചേട്ടാ, എങ്ങനെയാണ് ചേട്ടാ എന്ന് പറയും. ഓ ശരി എന്ന് പറയും. അതുപോലെ തന്നെ നമ്മുടെ കാര്യം അവിടെ പോയി പറയും. ഞങ്ങൾക്ക് അതൊരു ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അപ്പൊ ഞങ്ങളത് പിന്നെ വലിയ ഒരു കുട്ടിക്കളി മാത്രമായിട്ട് എടുത്തിട്ടുള്ളൂ. അല്ല, അനുമോളെ സ്റ്റാർ മാജിക് കാണുമ്പോ ലൈക്ക് ഇങ്ങനത്തെ ഒരു കുലസ്ത്രീ കഥാപാത്രം അല്ലെങ്കിൽ കുലസ്ത്രീ പദങ്ങളൊന്നും നിങ്ങൾ ആരും ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ അനുമോളെ പറയുന്ന ഒരു മോഡേൺ കുലസ്ത്രീ എന്നാണ്, ഒരു കുലസ്ത്രീ ക്യാരക്ടറാണ് അനുമോളുടെ എന്നാണ് എല്ലാരും പറയുന്നത്. കാരണം ആണുങ്ങൾ അടുത്തിരിക്കുന്ന അനുമോൾക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യരുത്, അങ്ങനെ കുറച്ച് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കൂട്ടത്തിലാണ് അനുമോള്. ഇല്ല, ഞങ്ങള് എല്ലാവരും ഒരുമിച്ചൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന ആളും അങ്ങനെയൊക്കെയാണ്. അനുമോൾ എല്ലാവരോടും അറ്റാച്ച്ഡ് ആണ് കൂടുതൽ. ആ ഫ്ലോറിൽ ഈവൻ എല്ലാ ക്രൂവിന്റെ അടുത്ത് പോയും സംസാരിക്കുന്ന ഒരാളാണ് അനുമോള്. എല്ലാവരായിട്ടും കണക്ഷൻ ഉള്ളതാണ്. അനുമോളിന് ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെ ഏതൊക്കെ ജില്ലയിലെ ആൾക്കാരുണ്ടെന്ന് അനുമോൾക്ക് ചോദിച്ചറിയാം. ആ ചേട്ടാ ഇവിടെ ഉണ്ടെന്ന് പറയും, ഈ ചേട്ടാ ഇവിടെ ഉണ്ടെന്ന് പറയും, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ടെന്ന് പറയും. അപ്പൊ കുലസ്ത്രീ അല്ല അനുമോള്, അതൊക്കെ ചുമ്മാ പറയുന്നതാണ്. ഞാനത് ഇപ്പോഴാ കേൾക്കുന്നത്. അങ്ങനെയൊക്കെ വിളിക്കാൻ പറ്റുമോ ഈ കുട്ടി? അനുമോളോ കുലസ്ത്രീ ഒന്ന്? ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് അനുമോളെ ഒരാൾ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് ബിഗ് ബോസിന്റെ അകത്ത്. അനീഷ് ഏട്ടൻ എന്ന് പറഞ്ഞ ഒരു കണ്ടസ്റ്റന്റ് അനുമോളെ പ്രപ്പോസ് ചെയ്തു. അനുമോൾ പക്ഷെ അത് ബ്രദറിനെ പോലെയാണ് കണ്ടിരിക്കുന്നത്. പക്ഷെ പുള്ളിക്കാരൻ അനുമോളുടെ അപ്രോച്ചും കാര്യങ്ങളൊക്കെ പ്രണയമായിട്ട് തെറ്റിദ്ധരിച്ചു, പ്രപ്പോസ് ഒക്കെ ചെയ്തു. ലാലേട്ടൻ വരെ ഡിസ്കസ് ചെയ്ത ഒരു ടോപ്പിക്കാണ്. അപ്പൊ അനുമോള് പറയുന്നു എനിക്ക് ഇനി 2 വർഷം കഴിയണം, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പം എന്താ പറയാ, അനുമോളുടെ ഒരു വേ ഓഫ് ഇതില് ഇപ്പൊ പലരും പറയുന്നു അത് സ്ട്രാറ്റജിക്ക് വേണ്ടി അനീഷേട്ടനെ യൂസ് ചെയ്തതാണ്, കയ്യും കാലും ഒക്കെ കാണിച്ച്. പക്ഷെ കാണുമ്പോൾ തമാശയായിട്ട് നമുക്ക് തോന്നും. പക്ഷെ അടുത്ത കണ്ടസ്റ്റന്റ് പറയുന്നു മനഃപൂർവ്വം അനീഷേട്ടനെ അങ്ങനെ പറയിപ്പിച്ചതാണ്, ഗെയിം പ്ലാനിങ് ആണ്. അങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള ബുദ്ധി അനുമോൾക്കുണ്ടോ? അനുമോള് വന്ന് പോയിരിക്കുന്നത് സ്റ്റാർ മാജിക് എന്നല്ലേ. പല സ്ട്രാറ്റജി അനുമോൾക്ക് അറിയായിരിക്കും. ഞങ്ങള് ആ ഷോയിൽ തന്നെ ഇപ്പൊ തങ്കച്ചനും അനുമോളും എല്ലാവരും പറയുന്നു തങ്കച്ചനെ പറ്റിച്ചു. ഞങ്ങള് തന്നെ ഷോയില് പറയും. ബട്ട് അവര് നല്ല സുഹൃത്തുക്കളാണ്, അത്രേ ഉള്ളൂ. അത് കണ്ടന്റിന് വേണ്ടി നിങ്ങളെല്ലാരും കൂടെ അറിഞ്ഞു ചെയ്തതാണല്ലോ. എനിക്ക് തോന്നുന്നു, എനിക്ക് അനീഷേട്ടന്റെ ഇത് അനുമോള് തമാശക്കാന്നറിയാം, ചില ഇതൊക്കെ മിച്ചായെന്ന് വിളിക്കണോ. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് തങ്കച്ചനും രേണുസുധിയാണ് സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചകളിൽ ഒന്ന്. രേണുസുധിയെ നമ്മൾ അറിഞ്ഞു തുടങ്ങിയത് സുധിയുടെ മരണത്തോടെയാണ്. അറിയപ്പെടുന്ന മിമിക്രി ആർട്ടിസ്റ്റായ സ്റ്റാർ മാജിക്കിലെ താരം കൂടിയായ സുധിയുടെ മരണത്തോടെയാണ്. ആ മരണത്തോടെ എന്നാൽ രേണുസുധിയുടെ പ്രശസ്തി അല്ലെങ്കിൽ രേണുസുധി കൂടുതൽ അറിയപ്പെടാൻ തുടങ്ങുകയായിരുന്നു. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ലക്ഷ്മി നക്ഷത്രയുടെ വീഡിയോകളിലൂടെ രേണുസുധി അല്ലെങ്കിൽ സുധിയുടെ മരണശേഷം ലക്ഷ്മി നക്ഷത്ര ഏറെ വേദനയോടൊരു വീഡിയോ പങ്കുവച്ചിരുന്നു. അതിനുശേഷം രേണുവിനൊപ്പം തന്നെയായിരുന്നു ലക്ഷ്മി. എല്ലാ സമയത്തും സഹായവുമായി ലക്ഷ്മി നക്ഷത്ര രേണുസുധിക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഇതിനിടെ ലക്ഷ്മി നക്ഷത്ര ചെയ്തൊരു പെർഫ്യൂം വ്ലോഗ് ഭയങ്കരമായി വൈറലായി എന്ന് പറഞ്ഞാൽ അത് ചർച്ചയായി നെഗറ്റീവായി ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയിലൊക്കെ അത് വന്നു. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ജീവിതം മാറ്റിമറിച്ചു എന്ന് തന്നെ പറയാം. രേണുസുധിയുടെ ജീവിതം മാറ്റിമറിച്ച ഒരു സംഭവമായി തന്നെ ഇത് മാറി എന്ന് വേണമെങ്കിൽ പറയാം. സുധി മരിക്കുന്നതിന് തൊട്ട് മുൻപ് ഇട്ടിരുന്ന ഒരു വസ്ത്രം, ചോരയും അഴുക്കും വിയർപ്പും എല്ലാം പുരണ്ട ഒരു വസ്ത്രം, അത് രേണുസുധി പൊന്നുപോലെ സൂക്ഷിച്ചിരുന്നു. ഈ വസ്ത്രം, ഈ ഷർട്ട് ലക്ഷ്മി നക്ഷത്രം ഏൽപ്പിച്ചുകൊണ്ട് ഈ മണം എനിക്ക് എന്റെ ജീവിതകാലം മുഴുവൻ വേണമെന്ന് രേണു പറഞ്ഞു. ആ ഒരു ഉറപ്പ് കൊടുത്ത ലക്ഷ്മി എങ്ങനെയാണ് ഈ പെർഫ്യൂം ഉണ്ടാക്കുക എന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ പോയി അന്വേഷിച്ച് ഒടുവിൽ ദുബായിൽ ഈ വസ്ത്രം കൊണ്ടുപോയി ആ ഒരു മണം ഉണ്ടാക്കി അതൊരു സ്പ്രേ ബോട്ടിലാക്കി രേണുവിന് കൊണ്ടു കൊടുക്കുകയായിരുന്നു. ഈ വീഡിയോ വലിയ രീതിയിൽ ചർച്ചയായി, വലിയ നെഗറ്റീവ് വരെ ഇതിന് വന്നു. കാരണം ഇങ്ങനെയൊരു കാര്യം ചെയ്തത് അത്ര ആളുകൾക്ക് അത്ര ദഹിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അതിന് കാരണം. എന്നാൽ അതിനു പിന്നാലെ ഒരുപാട് വിമർശനങ്ങളൊക്കെ എത്തി. എന്നാൽ സത്യം പറഞ്ഞാൽ ആ വ്ലോഗിന് ശേഷമാണ് രേണുസുധിക്ക് വച്ചടി കയറ്റം വന്നതെന്ന് വേണമെങ്കിലും. ഇപ്പോൾ രേണുവിന് ക്യാൻസർ ആണെന്ന വാർത്ത വന്ന ശേഷം ലക്ഷ്മി നക്ഷത്ര തുറന്ന് സംസാരിച്ചിരുന്നു. ചികിത്സയുടെ ഭാഗമായ കീമോതെറാപ്പി രേണുവിന് ആരംഭിച്ചിട്ടുണ്ട്.
എന്നാൽ രേണു സുധിയെ സ്നേഹിക്കുന്നവരോട് തനിക്കൊരു അപേക്ഷയുണ്ടെന്ന് പറയുകയായിരുന്നു ലക്ഷ്മി നക്ഷത്ര. സുഖവിവരം അറിഞ്ഞ് നേരിട്ട് ചെല്ലുന്നതിൽ പ്രശ്നമുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മറിച്ച് ഫോണിലൂടെ ബന്ധപ്പെടുന്നതാകും സുരക്ഷിതമെന്നും ലക്ഷ്മി നക്ഷത്ര പറയുന്നുണ്ട്. രേണുവിന് ഇഷ്ടമുള്ളവർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. തന്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും വലിയ റിക്വസ്റ്റ് ആണ്. രേണുവിന് ഒരുപക്ഷെ നമ്മുടെ സാന്നിധ്യം സന്തോഷം ഉണ്ടാക്കുമായിരിക്കാം. പക്ഷെ പ്ലീസ് നിങ്ങൾ വീഡിയോ കോൾ ചെയ്യൂ, രേണുവിനെ കാണൂ, സംസാരിക്കൂ. ഈ രോഗത്തിന്റെ സീരിയസ്നെസ് എന്ന് പറയുന്നത് ആ വീട്ടിൽ നിൽക്കുന്നവർ വഴി വരെ ഇൻഫെക്ഷൻ വന്നേക്കാം. വീട്ടിലുള്ളവർ എത്രയും ഹൈജീനിക്കായും അത്രയും ശ്രദ്ധയോടെയുമായിരിക്കും രേണുവിനൊപ്പം നിൽക്കുന്നത്. നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാകും. ഋതപ്പൻ വരുന്നത് വരെ മാസ്ക് ധരിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് കഴിയുന്നതും രേണുവിനോട് ഇഷ്ടമുള്ള കൂടുതൽ പേരും ഫോണിലൂടെ വിളിച്ച് രേണുവിനെ ആശ്വസിപ്പിക്കൂ. കാരണം നമ്മൾ നേരിട്ട് ചെല്ലുമ്പോൾ ഇൻഫെക്ഷൻ എത്രത്തോളം വരാം എന്നും ചിന്തിക്കണം. നമ്മൾ വളരെയധികം ഹൈജീനിക് ആയിരിക്കും, പക്ഷെ ഇത്തരത്തിലുള്ള രോഗികൾക്ക് പ്രതിരോധ ശേഷി വളരെ കുറവായിരിക്കും. തന്റെ ഭാഗത്തു നിന്നുള്ള റിക്വസ്റ്റ് ആണ് ഇതെന്നാണ് ലക്ഷ്മി നക്ഷത്ര പറഞ്ഞത്. എല്ലാം അഭിനയമാണ് എന്ന ചോദ്യത്തിന് രേണു സുധിയും മറുപടിയുമായി എത്തിയിരുന്നു. തനിക്ക് ക്യാൻസർ ബാധിച്ചിട്ടില്ലെന്നും സഹതാപവും ലൈക്കുകളും നേടിയെടുക്കാനുള്ള വെറും അഭിനയം മാത്രമാണ് ഇതെന്നും പറഞ്ഞ് വേദനിപ്പിച്ചവർക്ക് മുന്നിൽ കണ്ണീരോടെ തലയിൽ നിന്നും മുടി കൊഴിയുന്ന ദൃശ്യങ്ങൾ ലൈവായി കാണിച്ചുകൊണ്ടാണ് രേണു പ്രതികരിച്ചത്. കഠിനമായ വേദനകൾക്കിടയിലും തന്നെ പിന്തുണയ്ക്കുന്ന പ്രേക്ഷകരുടെ പ്രാർത്ഥനകൾ മാത്രമാണ് മുന്നോട്ടുള്ള കരുത്തെന്നും വ്യാജ പ്രചാരണങ്ങൾ നടത്തി തന്നെ ഇനിയും ദ്രോഹിക്കരുതെന്നും രേണു ആ വീഡിയോയിലൂടെ പറഞ്ഞു.